ഗുരുഭ്യോ നമ. നമുക്ക് പഞ്ചനടയിലത്തെ 4ാമത്തെ സ്റ്റെപ്പ് നോക്കാം. അപ്പൊ ഞാൻ ഈ പഞ്ചനടയിലത്തെ 4ാമത്തെ സ്റ്റെപ്പ് 3 വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അതായത് ടൈം ഒരു ഡ്യൂറേഷന്റെ ഒരു പ്രശ്നം ഉണ്ടായത് കൊണ്ടാണ് 3 വീഡിയോ ആയിട്ട് ഇടുന്നത്. അപ്പൊ പഞ്ചനടയിലത്തെ 3 സ്റ്റെപ്പ് വരെ നമ്മൾ പഠിച്ചു. തക്കിട്ട, തക്കദിമ്മി, തക്കത്തക്കിട്ട. അപ്പോൾ തക്കിട്ട തിശ്രമാണ്, തക്കദിമ്മി ചതുരശ്രമാണ്. തിശ്രം 3 വരുന്നു, ചതുരശ്രത്തിൽ 4 വരുന്നു. പിന്നെ ഖണ്ഡം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു. ഖണ്ഡം എന്ന് പറയുമ്പോൾ 5 ആണ്. തക്കിട്ട ഒരു ഗ്യാപ്പ് വെച്ചിട്ട് നമ്മൾ തക്കിട്ടയും കൂടെ ചെയ്യും. അപ്പൊ അങ്ങനെ ചെയിൻ ആണ് ഈ ഒരു അടവ് എന്ന് പറയുന്നത്, ഇതിന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 5 രൂപത്തിൽ. അപ്പോ ഇന്ന് ഞാൻ ഇതിന്റെ ഒരു തിയറി പറയാം. അതിനുശേഷം അടുത്ത വീഡിയോയിൽ നമുക്ക് കൈ എങ്ങനെയാണെന്ന് പഠിക്കാം. അതിന്റെ അടുത്ത വീഡിയോയിൽ കൈയും കാലും ഒരുമിച്ച്, അപ്പോഴേ കൈ നമുക്ക് കറക്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. ശരി, അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? തക്കിട്ട തക്കദിമ്മി. സോ തക്കിട്ട തിശ്രം പ്ലസ് തക്കദിമ്മി ചതുരശ്രം, തിശ്രം പ്ലസ് ചതുരശ്രം. സോ ഇവിടെ നമുക്ക് ഒരു മിശ്ര ജാതിയാണ് ഉടലെടുക്കുന്നത്. മനസ്സിലായി? ഇപ്പൊ 7 എണ്ണം വരും. തക്കിട്ട തക്കദിമ്മി, അങ്ങനെ 7 എണ്ണം വരുന്നത് കൊണ്ട് നമ്മൾ ഇതിനെ മിശ്രജാതി എന്ന് പറയും. തക്കിട്ട തക്കദിമ്മി. ആദ്യത്തെ തക്കിട്ടയും രണ്ടാമത്തെ തക്കദിമ്മിയും കൂടെ ചേർന്ന് വരുന്നതാണ് 4ാമത്തെ സ്റ്റെപ്പ്. അത്രയേ ഉള്ളൂ.